ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ സോയാ ബോൾ സാധാരണ എല്ലാവരും കറിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാനും വറക്കാറുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, കറിയായിട്ട് വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമ്മളത് വേറൊരു രീതിയിലാണ് ചെയ്യാൻ പോകണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സോയാ ബോൾ ഞാനിത് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ അരച്ചെടുക്കുകയാണ്. ഇത് വേവിച്ചെടുക്കേണ്ടവർക്ക് വേവിച്ചിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ വെള്ളം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതുപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അങ്ങനെ അരച്ചെടുക്കുക. അപ്പം ഞാൻ കുറച്ച് സവോള ഇതുപോലെ കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് സവോള മതി. ഞാനിപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സവോള ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോള ഞാൻ വഴറ്റുകയാണേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വഴണ്ടിട്ട് ചേർക്കുന്നുള്ളേ. പൊടികളെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുകയാണേ. അപ്പം മീറ്റ് മസാല കുറച്ചധികം ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് ചേർത്തിട്ടുള്ളൂ. കളറുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇതോടെ ചേർക്കുന്നില്ല. അപ്പോൾ പൊടി അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന സോയാ ബോൾ ഇതിനകത്തേക്ക് ചേർത്ത്. അത് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയും കൂടെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചെടുത്തത് ബാക്കി ചേർത്ത് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് ഉണക്കിയെടുക്കേണ്ടവർക്ക് ഉണക്കിയെടുക്കാം. നല്ല പൊടിയായി അതുപോലെ കിട്ടും. നമുക്ക് എത്ര ഡ്രൈ ആവണോ അത്രയും ഡ്രൈ ആക്കി എടുക്കുക. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്